ശരി, ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ സമരങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അപ്പോഴൊക്കെ CAT ആണ് അതിന് നേതൃത്വം കൊടുത്തതെന്നൊരു വ്യത്യാസമുണ്ട്. 35 ദിവസം 40 ദിവസമൊക്കെ സമരം നടന്നിട്ടുണ്ട്. അങ്ങനെ സമരങ്ങളുടെ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിൽ കൂടെ നിന്നിരുന്ന CPI ആണ് ഇപ്പോൾ പറയുന്നത് ഈ സമരം നിങ്ങളുടേത് നിങ്ങളുടെ കൃത്യമായ സമരം തന്നെയാണ്, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം തന്നെയാണ് CPI പറയുന്നത്. ആനി രാജയെ പോലുള്ള നേതാക്കളൊക്കെ പിന്തുണച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വരുമ്പോഴാണല്ലോ ഇപ്പോൾ ഭരണപക്ഷം ഇതിനെ എതിർത്ത് പറയുന്നത്. എന്തായാലും അന്ത്യശാസനമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകിൽ ജോലിക്ക് കയറുക, നിങ്ങളുടെയൊക്കെ സമരത്തിൽ നിൽക്കുന്നവരുടെയൊക്കെ എണ്ണം എടുത്തു തുടങ്ങി. അപ്പോൾ എന്താകും ഇനി ഭാവി എന്നുള്ളൊരു ആശങ്കയുണ്ടോ? ഒരാശങ്കയും ഇല്ല. ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഒറ്റ മനുഷ്യരും ജോലിക്ക് കയറുന്ന പ്രശ്നമില്ല. ഞങ്ങളെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് പേടിക്കത്തില്ല. കാരണം ഞങ്ങൾ 18 വർഷം കൊണ്ട് ഫീൽഡിലാണ്. ആ കോവിഡ് കാലത്ത് പോലും ഞങ്ങൾക്കൊരു PP കിറ്റ് പോലും തന്നിട്ടില്ല. ഞങ്ങൾ ആ പേഷ്യൻസിന്റെ മുന്നിൽ ഞങ്ങളൊരു യാതൊരു PP കിറ്റ് പോലും ഇല്ലാതെ ഇന്ന് വർക്ക് ചെയ്ത് അവർക്ക് മെഡിസിൻ കൊണ്ടുകൊടുത്ത് ആഹാരം വാങ്ങിച്ചു കൊടുത്ത് അവരെ ക്വാറന്റൈനിൽ കൊണ്ടാക്കിയതൊക്കെ ഞങ്ങൾ ആശമാരാണ്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വർക്കായിരുന്നു. കയറിയ സമയത്ത് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ട സമയം, നിങ്ങൾക്ക് ഏത് ജോലിക്കും പോകാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ ഈ ആശാ വർക്കറായിട്ട് നിയമിച്ചത്. എന്നിട്ട് ഞങ്ങളോടിപ്പം പറയുന്നത് എന്താണ്, നിങ്ങൾ 24 അവേഴ്സും ജോലി ചെയ്യണം. കാരണം ഈ ഞങ്ങൾക്ക് ജോലിയൊക്കെ ഈ പൊരുവെയിലെത്താണെങ്കിലും മഴയത്തായാലും ജോലി ചെയ്തിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് രാത്രി ഇരുന്ന് ഡയറി എഴുതണം. ഡയറി എഴുതി തീർത്താലേ ഞങ്ങൾക്ക് മാസം മീറ്റിങ്ങിന് അവിടെ ചെന്നാൽ ഈ ഡയറി വാങ്ങിച്ച് നോക്കുവര്. അപ്പം ഞങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഈ ഒരു മാസത്തെ ഡയറി അവിടെ കാണിച്ചാലേ 700 രൂപ കിട്ടുള്ളൂ. ഈ ഡയറി കംപ്ലീറ്റ് അല്ലെങ്കിലും കിട്ടൂല. അപ്പം ഞങ്ങൾക്ക് ഈ ക്രൈറ്റീരിയ എന്നൊക്കെ ഒരുപാട് ചില സമയത്ത് 7000 രൂപയ്ക്ക് 3200 രൂപ വരെ വാങ്ങിക്കുന്ന ആശമാർ ഉണ്ട് ഞങ്ങളുടെ കൂടെ. അതുപോലെ 4200 രൂപ വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ ഡയറി എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഡയറി എഴുതാൻ പറ്റാത്തതുകൊണ്ട് തന്നെയല്ല, അവർ പറയുന്ന മീറ്റിങ്ങിന് ചെന്നില്ല എങ്കിൽ ഈ ആശയ്ക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഒരാശുപത്രി ഹോസ്പിറ്റലൈസ് ആയാൽ അവർക്ക് പോയതിലേ പറ്റുള്ളൂ. അപ്പോൾ അവർ പോയില്ലെന്നും പറഞ്ഞാൽ 700 രൂപ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പാലിയേറ്റീവിന് പോയില്ലെങ്കിലും കട്ട് ചെയ്യും. ഇങ്ങനെ ഓരോ ഈ 10 ക്രൈറ്റീരിയയിൽ ഓരോ കട്ട് ചെയ്താണ് ഈ 3200, 5200 ഇങ്ങനെയൊക്കെ ആശമാർക്ക് കിട്ടുന്നത്. പിന്നെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ അനുസരിച്ചാണ് ഞങ്ങൾക്ക് ഇൻസെന്റീവ് കിട്ടുന്നത്. ആ ഇൻസെന്റീവും മാസത്തിലേ കിട്ടത്തില്ല. ഓരോ മാസവും ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് വേഴാമ്പൽ കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കും. ഇൻസെന്റീവ് കേന്ദ്രം തരേണ്ടതാണ്. ഇൻസെന്റീവ് കേന്ദ്രവും തരണം. കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ 2000 രൂപ ഫിക്സ്ഡ് ആണ്. ബാക്കി ഉള്ളത് ഇവിടെ കേരള സർക്കാരാണ് തരേണ്ടത്. ആ ഫിക്സ്ഡ് കിട്ടാറുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഞങ്ങൾക്ക് ഒന്നിച്ച് കിട്ടത്തില്ല. ഇൻസെന്റീവ് ഓണറേറിയോ ഒന്നിച്ച് കിട്ടത്തില്ല. എപ്പോഴും ഞങ്ങൾക്ക് ഓണറേറിയ ഈ മാസം വന്നാൽ 2 മാസം കഴിഞ്ഞായിരിക്കും ഈ മാസം ചെയ്തതിന്റെ ഇൻസെന്റീവ് വരുന്നത്. അപ്പൊ ആശമാര് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ഇൻസെന്റീവും ഞങ്ങളുടെ ഓണറേറിയവും ഒന്നിച്ചതാ, എന്നാലേ ഞങ്ങളുടെ കുടുംബം അങ്ങോട്ട് പോളെ. ഇപ്പൊ മന്ത്രി തന്നെയല്ലേ എല്ലാവരും പറഞ്ഞ 13200 രൂപ ഞങ്ങൾക്ക് ഉണ്ടെന്നാണ്. ഒരിക്കലും ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. 13000 രൂപ ഒരു മനുഷ്യർക്കും കിട്ടിയിട്ടില്ല. പിന്നെ ജോലി ചെയ്യുന്ന അനുസരിച്ച് ഇൻസെന്റീവ് ഓരോ ആശമാർക്ക് അവരുടെ വർക്കിന്റെ അനുസരിച്ച് കിട്ടും. പക്ഷെ ഒരുപോലുള്ള ഈ 13200 രൂപ ഇന്ന് വരെ ഈ 26125 ആശമാരുള്ള ആർക്കും കിട്ടിയിട്ടില്ല. അതാണ് കോവിഡ് കാലത്ത് പോരാളികൾ എന്നാണ് നിങ്ങളെ പുകഴ്ത്തിയിരുന്നത്. കോവിഡ് കാലം എന്ന് പറയുമ്പോൾ കോവിഡിന്റെ തുടക്കാലം നമുക്കറിയാവുന്നതാണല്ലോ. റൂട്ട് മാപ്പ് നോക്കി കോവിഡ് രോഗികൾ നമ്മുടെ അടുത്തുകൂടി പോയി കഴിഞ്ഞാൽ അപകടമാണ് എന്ന രൂപത്തിൽ ഭയന്നിരുന്ന ഒരു കാലമാണ്. ആ ഭയന്നിരുന്ന കാലത്ത് ആ വീടുകളിൽ പോവുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അവർ പുറത്തേക്ക് പോകുന്നതിന് അവരെ ശാസിച്ച് വീട്ടിലിരുത്തുകയൊക്കെ ചെയ്തതാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്പോൾ 2ാം തരക്കാരായി കാണുന്നത്. നമ്മളിപ്പോൾ ഈ വിഷയത്തിലേക്ക് വരുന്നത് തന്നെ ഈ ഘട്ടത്തിൽ തന്നെ PSC ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ ഇരട്ടിയിലധികം തുക കൊടുക്കാനുള്ള തീരുമാനം ഈ മന്ത്രിസഭാ യോഗത്തിലുണ്ടായി. അതുകൊണ്ടാണ് നിങ്ങളുടെ സമരം കൂടുതൽ ശ്രദ്ധയിലേക്ക് വന്നത്. നമുക്ക്